ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റുന്നത് തള്ളാതെ എ വിജയരാഘവൻ. UDF-ലെ അതൃപ്തി ഇടതുപക്ഷം അനുകൂലമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് എ വിജയരാഘവൻ. ലീഗിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ജില്ലയിലെ പൊതു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വന്നിട്ടുള്ള അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തി സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ആ അസംതൃപ്തി രൂപം അത് ഇടതുപക്ഷത്തിന് അനുകൂലമാക്കാമോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. ആ പരിശോധന നിശ്ചയിച്ച സ്ഥാനാർത്ഥികളെ മാറ്റുന്ന ഒരു രീതി ഇപ്രാവശ്യം ഉണ്ടാവും. രൂപപ്പെട്ടു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ തിരൂരിലാണോ താനൂരിലാണോ മത്സരിക്കുന്നതെന്ന് വ്യക്തമാകാത്തൊരു സാഹചര്യം ഉടലെടുക്കുകയാണ്. അപ്പൊ അതിലൊരു വ്യക്തത വേണ്ട. അബ്ദുറഹ്മാൻ മത്സരിക്കാൻ തിരൂരാണോ താനൂരാണോ? പാർട്ടി പ്രഖ്യാപിച്ച ശേഷം പ്രവർത്തകർക്ക് ആശയക്കുഴപ്പത്തിലാണ്. ആർക്കും ഒരു ആശയവും ഞങ്ങൾക്കില്ല. ഒരു ആശയക്കുഴപ്പം ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചില്ല. സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചത് മത്സരിക്കാൻ വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളായിരുന്നു. ഇപ്പോൾ കുറേ പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിലപാടുകളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തുന്ന വിഷയങ്ങളാണ്. രണ്ടത്താണി മുസ്ലിം ലീഗിന്റെ പ്രധാന മുഖമാണ്. ലീഗ് പ്രതിരോധത്തിലായപ്പോഴൊക്കെ മുന്നിൽ നിന്നത് രണ്ടത്താണിയായിരുന്നു. UDF-ലെ അതിർത്തി ഇടതുപക്ഷത്തിന് അനുകൂലമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ഇടത് MLA-മാരുടെ എണ്ണം കൂട്ടാൻ എന്തും ചെയ്യുമെന്നും എ വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. MLA മാത്രമല്ല, ലീഗിന്റെ പ്രയാസം ഉണ്ടായ ഘട്ടങ്ങളിൽ, ലീഗ് ഡിഫൻസീവിലും ബാക്ക് ഫുട്ടിൽ വരുന്ന ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് മുസ്ലിം ലീഗിന്റെ വക്താവായി കേരളീയ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം അസംതൃപ്തനായി എന്നത് ചെറിയൊരു കാര്യമില്ല. അത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ ഇടതുപക്ഷത്തേക്ക് വരുന്നത് ഗുണം ചെയ്യില്ലേ? അല്ല, അത് ഞാനിപ്പോൾ പറയാൻ പാടില്ല. അതൊക്കെ അദ്ദേഹം ഒരു നേതാക്കളുമായിട്ട് നല്ല ബന്ധമാണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ചർച്ച നടന്നിട്ടുണ്ട്. സത്യമാണ്. ഒരുപാട് മുസ്ലിം ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്ക് ഞങ്ങളെല്ലാവരും നല്ല സൗഹൃദത്തിലാണ്. അത് സ്വാഭാവികമാണ്. ഇത് പൊളിറ്റിക്സ് അല്ലേ. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അതിൻ്റെ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ലീഗിന് അല്ലെങ്കിൽ UDF-ന് ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരം സാഹചര്യം രൂപപ്പെട്ടാൽ ആ രൂപപ്പെടുന്ന സാഹചര്യത്തോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അതിനുള്ള സമയം ഞങ്ങൾ സ്വാഭാവികം. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. ഫോൺ 0483-274-2246. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.